എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു പഹാഡി ചിക്കൻ ജീര റൈസ് ഉണ്ടാക്കിയാലോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം അരി ഒന്ന് വെള്ളത്തിലിടാം. അതിനായിട്ട് ഞാനൊരു സാധാരണ പൊന്നി അരി തന്നെയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതിയോ കായമയോ ഇത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അരി കഴുകിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അതവിടുന്ന് കുതിരട്ടെ. അതവിടെ നിൽക്കട്ടെ. അത് കുതിർന്നതിന് ശേഷം അരമണിക്കൂർ ആയാലും അതിലപ്പുറം വെക്കറേ, അന്നേരം തന്നെ അത് അരിപ്പയിലിട്ട് വെക്കണം. അതവിടെ നിൽക്കട്ടെ. ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളകും, 1 ഇഞ്ച് പട്ട, 3 ഗ്രാമ്പു, 3 ചുവന്ന മുളക്. പിന്നെ അതൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അതിന് ശേഷം 9 വെളുത്തുള്ളി അല്ലികൾ ഇറന്നത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായി മുറിച്ചിട്ട് അത് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട്, ഇനി ഇതൊന്ന് വറുത്തൊന്ന് തണിഞ്ഞതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം അരച്ചെടുത്തതാണ് ഇത്. ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ആ ചീൻചട്ടി തന്നെ ഇനി ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളിഷ്ടം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ആ ചിക്കനിൽ എണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ളത് മാത്രമാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ലോണം ഇളക്കി ആ ഉപ്പെല്ലാടെയും പിടിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നല്ലോണം ഇളക്കി മൂടി വെച്ചിട്ട് നമുക്കിതൊരു 90% വരെ വേവിച്ചെടുക്കാം. കണ്ടോ, ഇനി മൂടി വെക്കട്ടെ. മൂടി വെച്ചിട്ട് അത് അടന്ന് വേകട്ടെ. കണ്ടോ, മൂടി വെച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരു 90% വെന്തിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം നമുക്ക്. ഈ ഓയിലിൻ്റെ അകത്തുനിന്ന് കണ്ടില്ലേ, ഓയിലുള്ള വെള്ളം കുറേയെല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഇഞ്ച് പട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ് നുള്ളി പറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് 2 കപ്പ് വലിയുള്ളി. 2 കപ്പ് വലിയുള്ളി എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും, 3/4 കിലോ ചിക്കൻ ഉള്ളതല്ലേ. അപ്പോൾ ഇത് 2 കപ്പ് വലിയുള്ളി നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇനി ഇതിൽ എണ്ണ തെളിഞ്ഞ് വരും. കണ്ടില്ലേ, മേലെ എണ്ണ തെളിയുന്ന കണ്ടോ. അപ്പോൾ ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, അതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 3 പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസ് അരച്ചിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, മല്ലി കുരുമുളകെല്ലാം കൂടിയുള്ളത്, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ചിക്കനിൽ ചേർത്തതാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ളത് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറവ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 10% കൂടി വേവ് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ വേവിച്ചെടുക്കാം. വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില തൂവിയിട്ട് മൂടി വെച്ചിട്ട് അതൊരു ഭാഗത്തിരുന്നോട്ടെ. നമുക്ക് നമ്മളെ അരീനൊക്കെയുള്ള നോക്കാം. ചോറ് വെക്കണ്ടേ, അപ്പോൾ ചോറാവട്ടെ. അതുവരെ അത് അവിടെ നിൽക്കട്ടെ. ചോറ് ഞാനിന്ന് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കുക്കർ ചൂടാകുന്നുണ്ട്. അതിലേക്ക്
2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉരുകി വരുമ്പോൾ 2 ഇഞ്ച് പട്ട പൊട്ടിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ഗ്രാമ്പു, പിന്നെ 2 ഏലക്കായും ഒരു ബേ ലീഫും നുള്ളിപ്പറിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു വലിയുള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. എന്നിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തോളി. കാരണം ഇതങ്ങനെ ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. കാരണം ചോറിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാ. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച അരിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. എൻ്റെ മക്കൾ പറയും നിങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതി, അബദ്ധം എന്ന് നമുക്കറിയാമെന്ന്. അപ്പോൾ അതാ ഞാൻ ഇതിൽ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ ജീര റൈസാണ്, ജീരകം ഇടവും വിട്ടുപോയി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ തൽക്കാലം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് മൊരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്ക് ഈ പട്ടയും ഗ്രാമ്പും എല്ലാം ചേർക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചെനിക്ക് ഉപ്പ് കുറവേന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും തൂവിയിട്ട് മൂടിയിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എടുക്കാം. നല്ല അടിപൊളി ചോറ് റെഡി. കണ്ടോ ഒന്നോടൊന്ന് ഒട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇട്ടിട്ട് കണ്ടോ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളെ പഹാഡി ചിക്കൻ ജീര റൈസ് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.